മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി പത്തനംതിട്ട ജില്ല പൂർണ്ണ സജ്ജമെന്ന് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ ഭക്ഷണശാലകളിലും ആഹാര സാധനങ്ങളുടെ വിലവിവര പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും പത്തനംതിട്ട മുതൽ സന്നിധാനം വരെ അനധികൃത വഴിയോര കച്ചവടവും ഭിക്ഷാടനവും പൂർണ്ണമായി നിരോധിച്ചതായും കളക്ടർ പറഞ്ഞു. നമ്മൾ ഇന്നിപ്പോൾ ഒരു പ്രസ് മീറ്റ് നമ്മൾ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ശബരിമല തീർത്ഥാടന കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് മീഡിയയെ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള തയ്യാറെടുപ്പുകൾ ഇത്തവണയും നമ്മൾ നടത്തിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ തന്നെ നമ്മൾ 4ഓളം മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ മിനിസ്റ്ററുടെ നേതൃത്വത്തിലും ബാക്കി ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിലും ഏകദേശം 4ഓളം മീറ്റിങ്ങുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള PWD, അത് റോഡ്സ്, പിന്നെ ബാക്കി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ അതോറിറ്റി, ഇങ്ങനെയുള്ള എല്ലാ മേജർ ഡിപ്പാർട്ട്മെന്റ്സിന്റെ വർക്കുകളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. റോഡ് സേഫ്റ്റി വർക്കുകളും ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയ കുറച്ച് മൈനർ വർക്കുകളുണ്ട്, അതും ഈ ദിവസത്തോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ബാക്കി മണ്ഡലകാലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഭക്ഷ്യവിതരണം, സർവേ, തദ്ദേശ സ്വയംഭരണ, ലീഗൽ മെട്രോളജി, ആരോഗ്യം എന്നീ വകുപ്പുകളിൽ നിന്ന് സാനിറ്റേഷൻ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഒരു സാനിറ്റേഷൻ മോണിറ്ററിംഗ് ഓഫീസർ അടക്കമുള്ള ഒരു ജോയിന്റ് ടീം സ്ക്വാഡുകളുടെ എല്ലാം തന്നെ ഡിപ്ലോയ്മെന്റ് ആയിട്ടുണ്ട്. ഇന്ന് അവരുടെ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുത്തു. സ്ക്വാഡുകളെല്ലാം തന്നെ ഇന്ന് പമ്പയിലേക്കും നിലയ്ക്കലേക്കും സന്നിധാനത്തേക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വൈകുന്നേരം മുതൽ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ എല്ലാ സ്ക്വാഡും കംപ്ലീറ്റ് ആയിട്ട് ആക്റ്റീവായിട്ട് ഫീൽഡുകളിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ജില്ലയിലെ എല്ലാ ഭക്ഷണശാലകളിലെയും വിലവിവര പട്ടിക, അത് ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ തന്നിരിക്കുന്ന സജഷനും അതുപോലെ തന്നെ വ്യാപാരികളുമായിട്ടും ഹോട്ടൽ അസോസിയേഷൻകാരുമായിട്ട് സംസാരിച്ച ശേഷം നമ്മൾ ഒരു മീറ്റിംഗ് കൂടിയ ശേഷം എല്ലാത്തിൻ്റെയും വിലവിവര പട്ടിക നമ്മൾ വിവിധ ഭാഷകളിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് പബ്ലിഷ് ആയിട്ടുണ്ട്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ അല്ലാതെ ബാക്കി മെറ്റീരിയൽസിന്റെ എല്ലാം തന്നെ പ്രൈസ് ഫിക്സേഷനും ആയിട്ടുണ്ട്. പിന്നെ വടശ്ശേരിക്കര മുതൽ അട്ടത്തോട് വരെയുള്ള പത്തനംതിട്ട മുതൽ സന്നിധാനം വരെയുള്ള തീർത്ഥാടന പാതകൾ അനധികൃത വഴിയോര കച്ചവടങ്ങൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. എരുമേലി നഗരത്തിലും ശബരിമല പാതയിലും തീർത്ഥാടകരെ പ്രതീക്ഷിച്ച് കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും സജ്ജമായി. വരും ദിവസങ്ങൾ മുതൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ ഒത്തുകൂടുന്നതിനാൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിൽ മുഴുവൻ പോലീസിന്റെ ക്യാമറ നിരീക്ഷണവുമുണ്ട്. കാനനപാതയിൽ കൂടി ദിവസവും ആയിരക്കണക്കിന് തീർത്ഥാടകർ കടന്നുപോകുന്നതിനാൽ വനം വകുപ്പിന്റെ നിരീക്ഷണവുമുണ്ട്. തീർത്ഥാടകരെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. അന്നദാനം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സന്നദ്ധ സംഘടനകൾ സജ്ജമാക്കുന്നു. അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ അന്നദാനം ആരംഭിക്കും. KSRTC പമ്പ സ്പെഷ്യൽ ആദ്യ സർവീസ് ഇന്നലെ രാവിലെ ആരംഭിച്ചു. ഇന്നലെ രാവിലെ മുതൽ തീർത്ഥാടക തിരക്ക് കൂടിയതോടെയാണ് പമ്പ സർവീസ് ആരംഭിച്ചത്. 25 ബസ്സുകളാണ് എരുമേലി ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്നും പമ്പയ്ക്ക് സർവീസ് നടത്താൻ അനുവദിച്ചിട്ടുള്ളത്. എരുമേലി പമ്പ KSRTC നിരക്ക് 114 രൂപയാണ്. മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ 3500 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്ക് നിയോഗിച്ചതായി അഡീഷണൽ SP PV ബേബി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സന്നിധാനം, നിലയ്ക്കൽ, വടശ്ശേരിക്കര എന്നിവിടങ്ങളിലായി 3 താൽക്കാലിക പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിച്ചു. 6 ഘട്ടമായാണ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സീസൺ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് നമ്മൾ 3 താൽക്കാലിക പോലീസ് സ്റ്റേഷനുകൾ ശബരിമലയിലും സന്നിധാനത്തും നിലയ്ക്കലും വടശ്ശേരിക്കരയും 3 താൽക്കാലിക പോലീസ് സ്റ്റേഷനുകൾ ഓൾറെഡി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രത്യേകം കൺട്രോൾ റൂമുകൾ, 3 സ്ഥലത്തും കൺട്രോൾ റൂമുകൾ, എല്ലാ കൺട്രോൾ റൂമുകളെ ഏകീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവിയുടെ സംശയത്തിൽ പത്തനംതിട്ടയും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ 6 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണത്തെ സീസൺ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലിക്കായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഒരു സീസണിൽ ഇപ്പോൾ ആദ്യത്തെ സീസണിൽ തന്നെ 3500 പോലീസുകാർ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വെർച്വൽ ക്യൂ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. 15 കൗണ്ടറുകളിലായിട്ട് ഏതാണ്ട് 60ഓളം പോലീസ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും വെർച്വൽ ക്യൂവിൽ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ അനധികൃത കച്ചവടം, ഭിക്ഷാടനം എന്നിവ നിയന്ത്രിക്കുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫുഡ് പട്രോളിംഗ് സംവിധാനവും മോഷണം തടയുന്നതിന് വേണ്ടിയുള്ള ആന്റി തെഫ്റ്റ് സ്ക്വാഡ് 3 സ്ഥലങ്ങളിലും, മുംബൈയിലും നിലയ്ക്കലും സന്നിധാനത്തും
പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മണ്ഡല മാർഗക്കാലത്ത് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് അതുപോലെ അയ്യപ്പന്മാരുടെ പോക്കുവരവിന് ആവശ്യമായ തരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ ഗതാഗത നിയന്ത്രണത്തിന് വേണ്ടി പ്രത്യേകം നിയോഗിച്ചിട്ടുള്ളതാണ്. തിരക്കേറിയ പത്തനംതിട്ട പമ്പ റൂട്ടിൽ പ്ലാപ്പള്ളി മുതൽ പെരുന്നാട് വരെ, അതുപോലെ പെരുന്നാട് മുതൽ മണ്ണാങ്കുളഞ്ഞി വരെയും 24 മണിക്കൂർ മൊബൈൽ പെട്രോളിംഗ് പ്രത്യേകം സ്കീം തയ്യാറാക്കി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നിലയ്ക്കലാണ് നമുക്ക് മെയിനായിട്ടുള്ള പാർക്കിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഏതാണ്ട് 9,000 മുതൽ 10,000 വരെയുള്ള വാഹനങ്ങൾ നിലയ്ക്കൽ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ 22 പാർക്കിംഗ് ഗ്രൗണ്ടുകളിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. 15 പേരിൽ കൂടുതൽ പോകുന്ന വാഹനങ്ങൾ 15 നിലയ്ക്കൽ തന്നെ പാർക്ക് ചെയ്യുകയും 15-ൽ താഴെയുള്ള വാഹനങ്ങളാണെങ്കിൽ പമ്പയിൽ നിന്ന് നിലയ്ക്കൽ വരെ പോയി അയ്യപ്പ ഭക്തന്മാരെ ഇറക്കിയിട്ട് തിരിച്ചു വന്ന് ഈ പമ്പയിലെ പാർക്കിംഗ് സ്റ്റേഷനുകളിൽ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ നിലയ്ക്കൽ എൻട്രി പോയിന്റിൽ നിന്ന് പാസ് വാങ്ങി അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏരിയയിൽ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഓരോ 5 മിനിറ്റിലും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് KSRTC ബസ്സുകളുടെ കോൺവോയ് അടിസ്ഥാനത്തിലുള്ള ചെയിൻ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലിമിറ്റിൽ 19 ഇടത്താവളങ്ങളും 20 സ്നാനഘട്ടങ്ങളും ഉണ്ട്. അവിടെയെല്ലാം പ്രത്യേകം പോലീസ് ഉദ്യോഗസ്ഥരെയും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയമിച്ചിട്ടുള്ളതാണ്. അപകട സ്ഥലം ഏതാണ്ട് ഒരു 10ഓളം സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ മുൻകാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ വിളക്കുവഞ്ചി ഉൾപ്പെടെയുള്ള 10ഓളം സ്ഥലങ്ങളിൽ പോലീസ് ഹെഡ് പോസ്റ്റും അവിടെ ക്രമീകരിച്ചിട്ടുള്ളതാണ്, പോലീസ് ഉദ്യോഗസ്ഥരെയും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും. അതുപോലെ ഏറ്റവും തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ. അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏകദേശം 70ഓളം സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഹെഡ് പോസ്റ്റുകൾ സ്ഥാപിച്ച് അവിടെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് തിരക്കിൽപ്പെട്ട് സാധാരണ കുട്ടികൾ മിസ്സാകുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് പ്രത്യേകം കൗണ്ടർ പമ്പ ഫോറസ്റ്റ് ഹെഡ് പോസ്റ്റിന് മുമ്പിലായി പ്രത്യേകം കൗണ്ടർ സ്ഥാപിച്ച് കുട്ടികൾക്ക് റിസ്റ്റ് ബാൻഡ് നൽകുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിസ്റ്റ് ബാൻഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ളവരുടെ ഫോൺ നമ്പർ മറ്റു ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ മിസ്സായ കുട്ടികളെ അവരുടെ ആളുകളെ തന്നെ തിരിച്ചേൽപ്പിക്കാൻ സാധിക്കും. പമ്പയിൽ പ്രത്യേകം സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് സഹായം ചെയ്യുന്നതിന് വേണ്ടി വനിതാ സെല്ല് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പമ്പയിലും സന്നിധാനത്തും വിശ്രമിക്കുന്നതിനായി ഏതാണ്ട് 10ഓളം ക്യൂ കോംപ്ലക്സുകൾ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കുന്ന 10ഓളം ക്യൂ കോംപ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ 100ഓളം CCTVകൾ പമ്പ, സന്നിധാന, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 100ഓളം CCTVകൾ ജില്ലാ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കൺട്രോൾ റൂമിലും ജില്ലാ തലത്തിലുമൊക്കെ പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുണ്ട്. 13-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ 62-കാരൻ അറസ്റ്റിൽ. കോട്ടയം കൊല്ലാട് കുന്നംപള്ളി തോപ്പിൽ വീട്ടിൽ ബേബിയെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫോട്ടോഷോപ്പും ഫ്ലക്സും ഇൻസ്റ്റാ റീലുകളും AI വരെ മാറി മാറി വന്നെങ്കിലും ഇപ്പോഴും തുണിയിൽ ബാനറുകൾ ഒരുക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാം. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ചങ്ങനാശ്ശേരി സ്വദേശി സലീം പെരുന്നയാണ് 73-ാം വയസ്സിലും പഴയ തെരഞ്ഞെടുപ്പ് കാലത്തെ ഓർമ്മപ്പെടുത്തി തുണിയിൽ ബാനറുകൾ എഴുതുന്നത്. ഫ്ലക്സിനേക്കാൾ എടുപ്പ് കൂടുതൽ ഇപ്പോഴും മാർക്കറ്റുണ്ട്, ഹാൻഡ് വർക്കിലാണ്. മിക്കവാറും ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നൊക്കെ വലിയ ബാനറുകളൊക്കെ എഴുതാൻ വരുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇതിപ്പോൾ ഇന്നലെ കണ്ട പരിപാടി ആയിരുന്നു ഇവിടെ കാനയ പള്ളി. അവിടുന്ന് എല്ലാ പള്ളികളിലേക്കും ഇവിടുന്ന് പോയ ബാനർ എന്നെ കൊണ്ടാണ് വന്ന് എഴുതിച്ച്. അത് ഫ്ലോറസൻ കളേഴ്സാണ് അതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നത്. കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യൻ കാര്യം വായിക്കും. ഫ്ലെക്സ് ഒരു ഫാഷൻ പോലെ ഒരു നേർച്ച പോലെ വെക്കുന്നേ ഉള്ളൂ. പക്ഷെ വായിക്കണമെങ്കിൽ നന്നായിട്ട് വായിക്കണമെങ്കിൽ തുണിയിലുള്ള വർക്കാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തെരഞ്ഞെടുപ്പിനുള്ള ബാനറുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു സലീം പെരുന്ന. തുണിയിൽ തെരഞ്ഞെടുപ്പ് ബാനറുകൾ എഴുതി പഴയകാല തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളെ ഓർമ്മപ്പെടുത്തുകയാണ് 73-ാം വയസ്സിലും പ്രശസ്ത കാർട്ടൂണിസ്റ്റ് കൂടിയായ സലീം പെരുന്ന. ഫോട്ടോഷോപ്പും ഫ്ലെക്സും ഇൻസ്റ്റാ റീലുകളും AI വരെ മാറി മാറി വന്നെങ്കിലും തുണിയിൽ ഒരുക്കുന്ന ബാനറിന് ആവശ്യക്കാർ ഏറെയാണ്. മല്ലെന്നറിയപ്പെടുന്ന തുണിയിലാണ് എഴുതുന്നത്. കപ്പപ്പശയിൽ മുക്കിയെടുക്കുന്ന വെള്ളത്തുണിയാണിത്. മഴയത്ത് അക്ഷരങ്ങളും ചിഹ്നങ്ങളും മായാതിരിക്കുവാൻ ഫെവിക്കോൾ പെയിന്റിനൊപ്പം ചേർക്കും. ഇരട്ടത്തും ബാനർ തിളങ്ങുവാൻ ഫ്ലൂറസെന്റ് കളറുകളും ഔട്ടർ ലെയറായി നൽകും. പ്രിന്റ് ചെയ്തെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിത്രം കൂടി ഒട്ടിക്കുന്നതോടെ ബാനർ റെഡിയാകും. മഴയത്ത് സ്ഥാനാർത്ഥിയുടെ ചിത്രം നനഞ്ഞു പോകാതിരിക്കുവാൻ ചിത്രത്തിന് മുകളിൽ വാർണിഷ് കൂടി അടിക്കും.
സലീം പെരുന്ന പ്രമുഖ പത്രങ്ങളിൽ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റായി ജോലി ചെയ്തിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ കാർട്ടൂണുകൾ ഏറെ ചർച്ചയായിരുന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിലെ പഠനത്തിന് ശേഷമാണ് സലീം വരയിലേക്ക് എത്തുന്നത്. ഇപ്പം സത്യത്തിൽ ഒരു ചെറിയ പേടിയുണ്ട്. നമ്മൾ വിമർശിച്ച് കിട്ടുന്ന കാർട്ടൂൺ കുറച്ച് രൂക്ഷമായ വിമർശനങ്ങൾ അതിൽ വരുന്നുണ്ട്. ശത്രുക്കൾ ഒരുപാടുണ്ടാകും. പക്ഷേ പണ്ടത്തെ കാലത്ത് ശത്രുതയില്ല. ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് പൊളിറ്റീഷ്യൻസ് കാർട്ടൂണിസ്റ്റുകൾ എന്നെ കൂടെ വരയ്ക്ക്, എന്നെ വെറുതെ വിടല്ലേ. ഒരു ഉദാഹരണമാണ് ചങ്ങനാശ്ശേരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റായ കായംകുളം ശങ്കർ. മനുഷ്യനിലും സമൂഹത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂല്യാധിഷ്ഠിതമാകണമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് KM വർഗീസ്. അധാർമികതയ്ക്കും അനീതിക്കുമെതിരെ പ്രതികരണശേഷിയുള്ളവരായി ഭാവി തലമുറ മാറണമെന്നും കാഞ്ഞിരമറ്റം സെൻറ്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് തൂമ്പങ്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച അജ്മീന കാസിം, പാറയിൽ മോഹൻ, തങ്കച്ചൻ തനിമ, ഷമീന കാസിം, KA റഫീഖ്, രേഖ രാജേഷ് എന്നിവരെ ആദരിച്ചു. പ്രതിഭാ സംഗമം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എമ്മാനുവൽ അബ്രഹാമും കുഞ്ഞിലങ്കയിൽ സമ്മാന വിതരണം സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷീല ദിലീപും ഉദ്ഘാടനം ചെയ്തു. കാർത്തികൻ ചേർത്തല ശശികുമാർ മാതാപിതാക്കന്മാരെയും ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK പ്രകാശൻ അധ്യാപകരെയും ആദരിച്ചു. ദിലീപ് തച്ചേരിൽ, KA റഫീഖ്, സിമി സാറ മാത്യു, പ്രസീത EP, ശരണ്യ ജിതിൻ, അനിജ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് റബീന എലിയാസും സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ മൊഹിജ ബിബിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. 2500 വർഷങ്ങൾക്ക് മുമ്പാണ് സോക്രട്ടീസ് കൊല്ലപ്പെട്ടത്. ക്രിസ്തുവിനും 500 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല. എഴുതിയതെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോയാണ്. എന്നാൽ ഇപ്പോഴും നമ്മൾ സോക്രട്ടീസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 2000 വർഷങ്ങൾ കഴിഞ്ഞാലും ഇവിടെ ഒരു സഭയുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ സോക്രട്ടീസ് എന്ന് പറയും. അതാണ് സത്യത്തിന്റെ വില. യേശുക്രിസ്തുവിന് മരണമില്ല എന്ന് പറയുന്നത് സ്നേഹത്തിന് മരണമില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. നമ്മുടെ കുട്ടികൾ നന്മയുടെ വഴിയെ ഇനിയും ഏറെ ദൂരം മുന്നേണ്ടതായിട്ടുണ്ട്. അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ, അവരുടെ ശുചിത്വ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യവും ശുചിത്വവും പരിപാലിപ്പിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ ആരോഗ്യവും ശുചിത്വവും പരിപാലിക്കുന്നതിനുള്ള പരിശീലനം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് തുടങ്ങിയത് കോവിഡ് വന്നതിന് ശേഷമാണ്. ലഹരി വിപത്തിനെതിരെ പാലാ രൂപതയിലെ 300 കോൺവെൻറ്റുകളിൽ നിന്നുള്ള സിസ്റ്റേഴ്സിൻ്റെ ഏകദിന സംഗമം സംഘടിപ്പിച്ചു. പാലാ അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടി പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ചു. ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, അഡ്വക്കേറ്റ് ചാർലി പോൾ, പ്രസാദ് കുരുവിള എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി രൂപതയിലെ ജനപ്രതിനിധികൾ, ഹെഡ്മാസ്റ്റർമാർ, പ്രിൻസിപ്പൽമാർ, PTA പ്രസിഡന്റുമാർ, ഇടവക പ്രതിനിധികൾ എന്നിവരുടെയും വിശേഷാൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതിന് തുടർച്ചയായിട്ടാണ് രൂപതയിലെ സിസ്റ്റേഴ്സിൻ്റെ സംഗമം സംഘടിപ്പിച്ചത്. രൂപത KCBC മദ്യവിരുദ്ധ സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകി. രൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേദാനത്ത് സമാപന സന്ദേശം നൽകി. ആന്റണി മാത്യു, സാബു എബ്രഹാം, ജോസ് കവിയിൽ, അലക്സ് K എമാനുവൽ, ടിൻഡു അലക്സ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലും ചില ഇടങ്ങളിലൊക്കെ ഉണ്ട് നല്ല കർഷകരായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തവർ എളുപ്പത്തിൽ കൃഷി, മയക്കുമരുന്ന് കൃഷി ഇറക്കിയാൽ പണം ലഭിക്കുമെന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് മാറിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 11ാമത് അഖില കേരള നവമാലിക മിഷൻ ക്വിസ് മത്സരത്തിന് വേദിയായി ചങ്ങനാശ്ശേരി കിളിമല SH പബ്ലിക് സ്കൂൾ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയെ ആസ്പദമാക്കി നടന്ന മത്സരത്തിൽ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവകാംഗം നിധി ആൻസൺ 1ാം സ്ഥാനം നേടി.
സൺഡേ സ്കൂൾ കുട്ടികൾ, യുവജനങ്ങൾ, മാതൃവേദി, സമർപ്പിതർ എന്നീ 4 വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. അഖില ലോക മിഷൻ മധ്യസ്ഥയും വേദപരാംഗതയുമായ ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയായ നവമാലിക ആസ്പദമാക്കിയായിരുന്നു മത്സരം. 11ാമത് അഖില കേരള നവമാലിക മിഷൻ ക്വിസ് മത്സരത്തിന് വേദിയായത് ചങ്ങനാശ്ശേരി കിളിമല SH പബ്ലിക് സ്കൂളായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ പയസ് പായ്ക്കാട്ടുമറ്റത്തിൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. നവമാലിക മിഷൻ ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലക്കൽ ആമുഖ സന്ദേശം നൽകി. ബിനു വെളിയനാടൻ ക്വിസ് മാസ്റ്ററായിരുന്നു. ഗ്രാൻഡ് ഫിനാലെയിൽ 10,001 രൂപയും പ്രശസ്തി പത്രവും എവറോളിംഗ് ട്രോഫിയും സ്വന്തമാക്കി. ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവക അംഗം നിധി ആൻസൺ 1ാം സ്ഥാനം നേടി. വായ്പൂര് മർത്തമറിയം ഇടവക അംഗം സോജി ചാക്കോ 2ാം സ്ഥാനവും MLF കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ റോസ് തോമസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. യുവജന വിഭാഗത്തിൽ ലയന ജോൺസൺ മാമ്മൂട് 1ാം സ്ഥാനവും സാന്ദ്ര എലിസബത്ത് അരുവിക്കുഴി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സമർപ്പിത വിഭാഗത്തിൽ സിസ്റ്റർ റോസ് തോമസ്, സിസ്റ്റർ സൗമ്യ സെബാസ്റ്റ്യൻ 1ഉം 2ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. മാതൃവേദി വിഭാഗത്തിൽ നിധി ആൻസൺ, സോജി ചാക്കോ വായ്പൂര്, TT സെബാസ്റ്റ്യൻ തുരുത്തി എന്നിവർ യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സൺഡേ സ്കൂൾ വിഭാഗത്തിൽ ഡെറിൻ തെരേസ് ഈര, ജോർജി ഷോബി കിഴക്കേ മിത്രക്കരി, ജിയോൺ P ബിജി പായിപ്പാട് എന്നിവർ യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. സംഗീത് ഫാത്തിമാപുരം DT, മെറിൻ, ജിസ്മോൻ മണിമല തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ഗാന്ധിജിയുടെ വഴികൾ ചരിത്രത്തിൻ്റെ വെളിച്ചമാണ്. അത് തലമുറയെ മനുഷ്യനാക്കുന്ന പാതകളാണ്. സത്യം, അഹിംസ, ശാന്തി ഈ മൂല്യങ്ങളെ കൈപ്പിടിച്ച് നടക്കുന്ന കുട്ടികളാണ് നാളെയുടെ ഇന്ത്യക്ക് പുതിയ പ്രതീക്ഷയെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സിഡ്നി മോണ്ടിസ്റ്റോറി സ്കൂൾ സംഘടിപ്പിച്ച ഗാന്ധി ശിശുസ്മൃതി യാത്ര 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗാന്ധിജിയുടെ ആ സന്ദർശനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ശൈശവദശ എന്നിട്ട് ബാല്യത്തിലേക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളെ അണിനിരത്തി അവർ ഗാന്ധിജിയുടെ വേഷം ധരിച്ച് അക്ഷരനഗരിയിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിന് ഈ അക്ഷരനഗരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിന് മുൻകൈയെടുത്ത സിഡ്നി സ്കൂളിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവർക്ക് ഈ തരത്തിൽ ശൈശവദശയിലും ബാല്യത്തിലുമുള്ള കുട്ടികൾക്ക് ഗാന്ധിജി ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കാൻ ഒരവസരമുണ്ടാകുമ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന രൂപത്തിൽ നമുക്ക് എപ്പോഴും പറയാറുള്ള ഒരു പഴഞ്ചൊല്ല്. ആ ഇളം കുരുന്ന മനസ്സുകളിൽ ഈ ധാരണയും ഭാവനയും ഉണ്ടായാൽ നാളുകളിൽ ഇവർ ഗോഡ്സേമാരായി മാറാതിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കുക. മഹാത്മാഗാന്ധിയുടെ കോട്ടയം സന്ദർശനത്തിന് 100ാം വർഷം പൂർത്തിയായ അവസരത്തിൽ സിഡ്നി മോണ്ടിസ്റ്റോറി സ്കൂൾ സംഘടിപ്പിച്ച സ്മൃതിയാത്ര നഗരത്തിൽ ഒരു മഹോത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ഗാന്ധിജിയുടെ വേഷത്തിൽ 100 കുട്ടികളെ ഉൾക്കൊള്ളുന്ന പ്രത്യേക അലങ്കാരത്തോടെ തയ്യാറാക്കിയ 3 KSRTC ബസ്സുകളും ഗാന്ധിജി ചാച്ചാജി ജീവജ്വാല വഹിച്ച സ്മാരക വാഹനവും മാതാപിതാക്കളുടെയും സാമൂഹ്യ സംഘടനകളുടെയും കൂട്ടായ അനുയാത്രയും കോട്ടയത്തിന് പുതുമയാർന്ന കാഴ്ചകൾ സമ്മാനിച്ചു. ഗാന്ധിനഗറിലെ സിഡ്നി മോണ്ടിസ്റ്റോറി കോർപ്പറേറ്റ് ഓഫീസിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് കൊളുത്തിയ തീജ്വാലയെ തുടർന്ന് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഇൻചാർജ് ഡോക്ടർ ജയചന്ദ്രൻ K സ്മൃതി യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു. താങ്ക് യു. മാറ്റത്തിൻ്റെ നന്മയുടെ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി 100 വർഷങ്ങൾ മുൻപ് ഗാന്ധിജി സന്ദർശിച്ച കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലും MD സെമിനാരി സ്കൂൾ ക്യാമ്പസിലും കുട്ടികൾ പുഷ്പാർച്ചന നടത്തി. നഗരവീഥികളിലുടനീളം വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സ്വീകരണങ്ങൾ യാത്രയെ ഒരു പൊതു ആഘോഷമായി ഉയർത്തി. ഗാന്ധി സ്ക്വയറിലെത്തിയപ്പോൾ സിഡ്നി ചെയർപേഴ്സൺ ജാസ്മിൻ K മാത്യുവും മാനേജിംഗ് ഡയറക്ടർ J ജോസഫും ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. സിഡ്നിയുടെ ലഹരിവിരുദ്ധ പദ്ധതിയുടെ 3ാം ഘട്ടം അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ IASഉം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനും സിഡ്നി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ J ജോസഫ്, സ്കൂൾ ചെയർപേഴ്സൺ ജാസ്മിൻ K മാത്യു, കോർഡിനേറ്റർ ജിജോ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു.
ദൃശ്യ ന്യൂസ് കോട്ടയം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.